Hello everybody. Good day children. Hope you have done the paragraphs that we had discussed in the earlier class. Did you do the activities that I gave you to write? The first one was a conversation between Till and the Archduke. എല്ലാവർക്കും 8ാം ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറയുന്നത് ടീച്ചർ ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അസൈൻമെൻറ്റ് ഫസ്റ്റ് അത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് അസൈൻമെൻറ്റ് പറയുന്ന ഒരു കോൺവെർസേഷൻ ആയിരുന്നു. Did you do it, children? Yes, tell me. I have told you to write 5 exchanges between Till and the Archduke. I hope that you have written them. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു മാക്സിമം ഒരു 5 എക്സ്ചേഞ്ച് എങ്കിലും വേണം എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആരായിട്ടായിരുന്നു കോൺവെർസേഷൻ എന്ന് വെച്ചാൽ ടില്ലും ആർക്യുഡേക്കും തമ്മിലായിട്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. And there was one more activity that I gave you, informing the public about Till's appointment as the court painter in the palace of Archduke. Did you do it? Yes, be frank. നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു വർക്കും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടിൽ ആർച്ച്ഡ്യൂക്കിനെ കുറിച്ചിട്ടൊരു നോട്ടാണ്. You might have taken the help of your English teacher to write it. Okay. Now, let me refresh you to the paragraphs that we had already done. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ലാസ്റ്റ് എടുത്ത ആ പാരഗ്രാഫ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. So Till Eulenspiegel, who is an artist, he reaches the palace of Battenberg and then he is stopped by captain of the guards. അപ്പോൾ ടിൽ പറയുന്നത് ഒരു ആർക്കിടെക്റ്റാണ്. അയാൾ ആ ഒരു പാലസിലേക്ക് ബാറ്റൺ ഓഫ് പാലസിലേക്ക് വരികയാണ്. അപ്പോൾ അയാൾ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഗാർഡ്സ് എല്ലാവരും അവിടെയുള്ള തൊഴിലാളികളും ഒക്കെ അയാളെ അവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. Because he and his donkey, both of them look like loafers. But then when captain of the guards understands or realizes that Till has come from Flanders, immediately his impression changes because the Flemish painters had great relevance all over Europe. So അപ്പോൾ അങ്ങനെ അയാൾ അവരെ പിടിച്ചു നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെയും അയാളുടെ കഴുതേനെയും കാണുമ്പോൾ വളരെ ലൂസേഴ്സിൻ്റെ പോലെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന ആൾക്കാരെ പോലെ തന്നെ തോന്നിയത്. പിന്നെ ആ ഗാർഡ്സിന് അവിടെ നിൽക്കുന്ന ആ തൊഴിലാളികൾക്ക് മനസ്സിലായി ഈ ടിൽ എന്ന് പറയുന്ന ആൾ ഒരു ഫ്ലെമിഷ് പെയിൻറ്ററാണ്. അപ്പം അന്നത്തെ കാലത്ത് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിന് ഭയങ്കര വാല്യൂ ഉള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഫ്ലെമിഷ് പെയിൻറ്ററാന്ന് പറഞ്ഞപ്പോൾ അയാളെ അവരെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. So Till is given permission to see the Archduke, and Till is a very brave and shows courtesy to the king, and he salutes the king 3 times, and then he presents the portrait to the king. So what was the present? It was a present of Our Lady the Virgin in her royal robes. അപ്പോൾ അങ്ങനെ ഇയാൾ ഫ്ലെമിഷ് പെയിൻറ്ററാണെന്ന് പറഞ്ഞപ്പോൾ അയാളെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. അങ്ങനെ ആ രാജാവിനെ പോയിട്ട് ഈ ടിൽ കാണുകയാണ്. അപ്പോൾ ടിൽ ആ രാജാവിനെ കാണുമ്പോൾ വളരെ ആദരവോടുകൂടി സംസാരിക്കും. 3 പ്രാവശ്യം അയാൾ ആ ഒരു ആദരവ് കാണിക്കുകയും ചെയ്യും. എന്നിട്ട് അയാൾ ഒരു പ്രസൻറ്റേഷൻ ഒരു ഗിഫ്റ്റ് രാജാവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആ ഗിഫ്റ്റ് വെച്ചാൽ ഒരു ചിത്രമായിരുന്നു. And the portrait or the painting was very much liked by the Archduke. The Archduke was greatly impressed that Archduke immediately appoints him as a court painter. അപ്പോൾ അങ്ങനെ ആ ഒരു ചിത്രം അവിടുത്തെ രാജാവിന് ഒരുപാട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ രാജാവ് ആ ടില്ലിന് അവിടെ ഒരു ജോലി കൊടുക്കുകയാണ്. അവിടുത്തെ ആ ഒരു പാലസത്തെ പെയിൻറ്ററായിട്ട് ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. Then towards the end of the paragraph we can see that how Archduke makes a comment. Till is a very talkative fellow. Okay, so that was a summary of all the 3 paragraphs that we had done in the previous class. Now അങ്ങനെ ഈ ആർക്ക്ഡ്യൂക്കിന് അയാളെ നല്ല ഇഷ്ടപ്പെടുകയാണ്. അവർക്ക് ജോലി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ
അയാൾ അവിടെ സ്ഥിരമായി താമസിപ്പിക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു ആ ലാസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ 3 പാരഗ്രാഫിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. Shall we proceed to the 4th paragraph? Okay, now all of you take out your textbook and be ready. Your Highness, may it please you to remember me and my donkey. അപ്പോൾ നമ്മൾ 4th പാരഗ്രാഫിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഈ പാരഗ്രാഫ് ടീച്ചർ വായിക്കുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടോണ്ട് ബുക്കിലേക്ക് നോക്കിയിരിക്കുക. Jeff, for just one more minute. Till replied, my donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. But I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. Perhaps your Highness can even hear it now. I have been feeding myself with the dreams of good food and drink at your royal table. The Archduke smiled and said, well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey? I left him outside opposite the palace. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Till. The Archduke immediately ordered the donkey to be taken care of, and he added, treat it like one of my own animals. Before long, supper was served, and it was like a wedding feast. The tables loaded with every kind of food and drink. Wine flowed like water. The courtiers stuffed themselves with the choicest dishes. The Archduke made Till eat and drink until his stomach was about to burst. The Archduke too ate heartily. His face was flushed with drink, but he seemed lost in thought. He suddenly looked up and said loudly, our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. We noble ancestors whose portraits adorn these walls. It is sad to think of death. We do not know when God will think fit to summon us. But our portrait should be painted. Okay, children, I want you to read the passage well so that I can ask you some questions. Read the passage silently. Are you ready to answer questions? അപ്പോൾ ടീച്ചർ ഇപ്പോൾ വായിച്ച പാസേജ് നിങ്ങളോട് എല്ലാവരോടും സൈലൻ്റ് ആയിട്ട് ഒന്നുകൂടിയും വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ടീച്ചർ ആ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പോൾ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ റെഡിയാണോ? Okay, here goes the first one. How did Till explain his hunger? Just find out the answer from the beginning of that paragraph. Did you find it? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡിഡ് ടിൽ എക്സ്പ്ലെയിൻ ഹിസ് ഹങ്കർ. ടില്ല് എങ്ങനെയാണ് അവിടെയുള്ളവരോട് അയാളുടെ വിശപ്പിനെ കുറിച്ച് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാൻ പറ്റും. So his donkey, Jeff, had been feeding itself on the thorns in the hedges and grass on the roadside. But I have had nothing to eat for the past 3 days. അപ്പോൾ ടില്ല് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ അയാളുടെ കഴുത റോഡിലൂടെ നടന്നു വരുമ്പോൾ ഗ്രാസും പിന്നെ ഓരോ ബുഷസൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ അയാൾ ഇതുവരെ 3 ദിവസത്തേക്കായിട്ട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. So Till has traveled a lot, and what about his donkey? Jeff had sufficient food, but Till had not eaten anything for the past 3 days. അപ്പോൾ ടില്ല്
അയാളുടെ ഡോങ്കിയിട്ട് വളരെയധികം ദൂരം യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ഡോങ്കിയുടെ പേരാണ് ജെഫ്. ആ ജെഫ് നന്നായി ഫുഡൊക്കെ കഴിച്ച് വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ടില്ലാണെങ്കിൽ 3 ദിവസത്തേക്കായിട്ട് ഫുഡ് ഇതുവരെ കഴിച്ചിട്ട് തന്നെ അല്ലേ. Okay, now there is an expression said by Archduke that my dear fellow, you will certainly have something more solid than dreams to feed on. Okay, so what does that expression mean? അപ്പോൾ ഇത് കേട്ടപ്പോൾ ആർച്ച് ഡ്യൂക്ക് ഒരു എക്സ്പ്രഷൻ പറയാണ്, ഒരു കാര്യം പറയുകയാണ് ചെയ്യുന്നത്. മൈ ഡിയർ ഫെല്ലോ സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. Can you guess the meaning of that expression? Yes. Yeah, I can hear the answers. Okay, correct. So Till would have definitely have his dreams fulfilled more than he could ever imagine. So since he is an archduke, he is ready to fill all his dreams. Okay, coming. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ടില്ല് അയാളുടെ ഡ്രീമിനെ കുറിച്ചിട്ട് വളരെയധികം ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡ്രീം ആർച്ച് ഡ്യൂക്ക് സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. To the next question based on that paragraph. How was the donkey treated? So what is it? അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്നാണ് നമ്മളിപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ കഴുതനെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്തത് എന്നാണ്. Yes, children, tell me. How was the donkey treated? So by the way, what is the name of the donkey? It is Jeff. So how was Jeff treated? We can see that Archduke is very generous in taking care of Till, that he immediately orders his courtiers or his servants to take care of the Jeff like one of his own animals. അപ്പോൾ എങ്ങനെയാണ് ആ ഡോങ്കിയെ ട്രീറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർച്ച് ഡ്യൂക്കിന് ടില്ല് ആ വീട്ടിൽ ആ ഒരു പാലസിൽ വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അതോട്ട് തന്നെ അവിടുത്തെ സെർവൻസിനോട് ആർച്ച് ഡ്യൂക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെ പാലസിലുള്ള എനിമൽസിനെ പോലെ അവിടെയുള്ള ജീവികളെ പോലെ ഈ ഒരു ഡോങ്കിനെയും പരിപാലിക്കണം എന്നാണ് പറയുന്നത്. Okay, can I ask you a question? How was the supper served in the palace? Okay, supper is an evening meal. So how was the supper served in the palace? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സപ്പർ എങ്ങനെയാണ് ആ ഒരു പാലസിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്. സപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റത്തെ ഫുഡാണ്, നൈറ്റ് കഴിക്കുന്ന ഫുഡിനെയാണ് നമ്മൾ സപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സപ്പർ എങ്ങനെയാണ് ആ പാലസിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. Okay, the answer is there in the beginning itself. Did you see? The supper was served to Till like a wedding feast. The tables were loaded with every kind of food and drink. And since it was a palace, wine flowed like water. അപ്പോൾ അവിടെ ഒരു ഭക്ഷണമൊക്കെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ ഫുഡ് ഉണ്ടാവുക അത്രയ്ക്കും നല്ല ഫുഡുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങളും കുറേ ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു പാലസ് ആയതുകൊണ്ട് തന്നെ വൈനൊക്കെ ഒരു വെള്ളം പോലെയാണ് അവിടെ വൈന് കൊടുത്തിരുന്നത്. അത്രയ്ക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല നമ്മൾക്ക് ആ ടില്ല് ഇതുവരെ കഴിക്കാത്ത രീതിയിലുള്ള അത്രയും നല്ല ഭക്ഷണമായിരുന്നു അവിടെ നൽകിയിരുന്നത്. Okay, coming to the next question. What was Archduke's demand to Till? അങ്ങനെ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് ഒരു ഡിമാൻഡ് ചെയ്യാണ്, ഒരു കാര്യം ഡിമാൻഡ് ചെയ്യാൻ പറയാണ്. ഇപ്പം എന്തായിരുന്നു ആ ഡിമാൻഡ് എന്നാണ് ചോദിക്കുന്നത്. Okay, now we can see that Archduke expresses a desire. So after having heavy meal, after having a feast like a wedding meal, Archduke immediately expresses his desire to Till. And we know that Till is a painter. And what was Archduke's demand? അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ടില്ലിന് വളരെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അയാളുടെ ഒരു ഡിമാൻഡ് അയാൾ പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ടില്ല് ഒരു പെയിൻറ്റർ ആണെന്നുള്ളത്. Think and tell. Can you find out the answer? Yes, correct. That is, Archduke
asks Till to paint a portrait so that he could leave it to the memory of his descendants. Did you get that line? അപ്പോൾ ഡിമാൻഡ് എന്തായിരുന്നു വെച്ചാൽ ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറയുന്ന ഡിമാൻഡ് പറയുന്നത് ടില്ലിനോട് ഒരു പെയിൻറ്റ് വരച്ചു തരാനാണ് പറയുന്നത്. ഒരു പെയിൻറ്റ് ചെയ്തു തരാൻ പറയുകയാണ്. ആ പെയിൻറ്റ് ഒക്കെ നോക്കുമ്പോൾ ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ കാലശേഷം ആ പെയിൻറ്റിലേക്ക് നോക്കുമ്പോൾ ആർച്ച് ഡ്യൂക്കിന് ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിങ്ങാണ് അവിടുത്തെ ആൾക്കാർക്ക് ആർച്ച് ഡ്യൂക്കിനെ ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു ടില്ലിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. Okay, now tell me, who are the descendants? Descendants are the people who are related to you, and they are the ones who lives after you. It can be your child or grandchild. അപ്പോൾ ഡിസെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ്. നമ്മളുടെ കാലശേഷം നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ്. അത് ഒരു ചൈൽഡ് ആവാം അല്ലെങ്കിൽ വേറെ വല്ല ആൾക്കാരാവാം. അവരെയാണ് ഡിസെൻഡൻസ് എന്ന് പറയുന്നത്. So he wanted Till to paint a portrait so that he could leave it in the memory of his descendants. Okay children, did you understand? Okay, let's go to the next paragraph. Okay children, look at the next paragraph. Till quickly replied, "Your lordship's slightest wish is to me command. All the same, I do feel rather unhappy about the painting, your lordship, all by yourself. Is it not terrible to think of your lordship being lonely forever and ever? Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and the captains who adorn this court? A court like this has few rivals in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by the lanterns." The Archduke thought that it was a good idea. "Well, my friend, your painting will be a great piece of art. What reward do you expect for it?" 100 pieces of gold. You can pay me now or later, just as you please." "Here are the 100 pieces of gold in advance," said the Archduke, giving him the gold. "My lord, you are the most generous of masters. You have filled my lamp with oil. It will forever burn in your honor." Okay, children, did you go through that paragraph? Read it again. I'll wait for a few seconds for you to read. Yes, read. അപ്പോൾ ടീച്ചർ അടുത്ത പാരഗ്രാഫ് എടുക്കുകയാണ് ചെയ്യുന്നത്. 6th പാരഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിലെ 6th പാരഗ്രാഫാണ് എടുക്കുന്നത്. ആ ടീച്ചർ ഇപ്പോൾ പാരഗ്രാഫ് മൊത്തം വായിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ കുട്ടികളെല്ലാവരും ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കുക. Before I can ask you some questions. Okay, now tell me, what idea did Till put forward? Yes, find out from that paragraph. അപ്പോൾ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ടില്ലിന് എന്ത് ഐഡിയ ആണ് മുന്നോട്ട് വെക്കാൻ തോന്നിയത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. Correct. So Till wanted to paint a portrait with His Highness, Her Highness and all the courtiers. Now who are compared? അപ്പോൾ ടില്ല് മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് ടില്ല് ചിത്രം വരയ്ക്കാം. അത് അവിടുത്തെ എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചിത്രമാണ് ടില്ല് വരയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. To the moon and the lantern. Can you find out? The answer is there towards the end of that paragraph. Just find out. Yes, correct children. So the moon refers to Archduke and Her Highness, and lanterns refers to the courtiers. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂണും ലാൻറ്റേൺസും എന്തിനായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ആൻസർ കാണാൻ പറ്റും. അപ്പോൾ മൂണ് താരതമ്യം ചെയ്തിട്ടുള്ളത് അവിടുത്തെ ആർച്ച് ഡ്യൂക്കിനെയും അയാളുടെ ഭാര്യയായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ലാൻഡേഴ്സിനെ താരതമ്യം ചെയ്തിട്ടുള്ളത് അവിടുത്തെ തൊഴിലാളികളെയാണ് ചെയ്തിരിക്കുന്നത്. What did Till ask for his painting? What did Till ask to the Archduke for his
painting? Or rather, what reward does Till demand from Archduke? Find out the answer. The answer is very simple. He demands from Archduke 100 pieces of gold. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടിൽ എന്താണ് ആ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി ആർച്ച് ഡ്യൂക്കിനോട് ആവശ്യപ്പെടുന്നത് എന്നാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 100 പീസസ് ഓഫ് ഗോൾഡ്, 100 പീസ് ഓഫ് ഗോൾഡ്, ഗോൾഡിൻ്റെ 100 പീസാണ് അയാൾ ആ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ആർച്ച് ഡ്യൂക്കിനോട് ആവശ്യപ്പെടുന്നത്. Okay. Now there is an expression that is told by Till. That is, you have filled my lamp with oil. What does it mean? അപ്പം അതിലൊരു എക്സ്പ്രഷൻ ടില്ല് പറയുന്നുണ്ട്, യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. ഈ ഒരു കാര്യം കൊണ്ട് എന്താണ് ടില്ല് ഉദ്ദേശിക്കുന്നത് എന്നാണ്. You have filled my lamp with oil. You can picturize it in your mind, isn't it? So what does it mean? The Archduke is generous enough to make Till rich. Or he had given Till enough to live for the rest of his. Okay, now what is this question tag? Question tag is usually used to confirm a sentence. Look at the following examples. You are a student, aren't you? Let us find out how we get this tag. Can you find out the auxiliary verb in this statement? Yes, correct. Are is the auxiliary verb used. What kind of a statement is this? Yes, it is a positive statement, so a negative tag aren't you is used. അപ്പോൾ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ടാഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് ടാഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, യു ആർ എ സ്റ്റുഡൻറ്റ് ആറിൻറ്റ് യു എന്നുള്ളത്. ആറിൻറ്റ് യു എന്നുള്ളതാണ് ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഓക്സിലറി വെർബ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിലത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആർ എന്നാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ടാഗ് ആറിൻറ്റ് യു എന്നുള്ള ഒരു നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്തിട്ടുള്ളത്. Let's go to the next one. Your hobby is reading, isn't it? Do you know how this tag came here? Let's find out. Find out the auxiliary verb in the statement. Yes, is the auxiliary verb used here. What kind of a statement is this? Yes, you are right. It is a positive statement. So a negative tag, isn't it, is used. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് യുവർ ഹോബി ഈസ് റീഡിങ് ഈസിൻറ്റ് ഇറ്റ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഈസിൻറ്റ് ഇറ്റ് എന്നുള്ള ആ ഒരു വേർഡാണ്. അപ്പോൾ ഈസിൻറ്റ് ഇറ്റ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇതിലെ ഓക്സിലറി വെർബ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ഇതിലെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളൊരു നെഗറ്റീവ് ടാഗ് ഈസിൻറ്റ് ഇറ്റ് എന്നുള്ളത് ഉപയോഗിച്ചു. Can we look at the next example? He lives in Trivandrum, doesn't he? Let's find out how we get this tag here. Children, can you find out the main verb? Yes, the main verb is lives. But do you find an auxiliary verb here? No, in the statement there is no auxiliary verb. So we need to use a do verb in this tag. Now tell me, what is the subject in this sentence? He is the subject. And since the subject is in singular form, we need to use does. What kind of a statement is this? The statement is in positive form. Therefore, a negative tag, doesn't he, is used. അപ്പോൾ വേറൊരു എക്സാമ്പിളും കൂടി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഏതാണ് എക്സാമ്പിൾ? ഹി ലിവ്സ് ഇൻ ട്രിവാൻഡ്രം ഡസൻറ്റ് ഹി.
അപ്പോൾ ഈ ഡസ് ഇൻ ഹി എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലത്തെ മെയിൻ വെർബ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഹി ലിവ്സ് ഇൻ ട്രിവാൻഡ്രം എന്നുള്ളതിൽ മെയിൻ വെർബ് എന്ന് പറയുന്നത് ലിവ്സ് ആണ്. ഇതിലൊരു ഓക്സിലറി വെർബ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൽ ഡു എന്നുള്ള ഒരു വെർബ് ടാഗായിട്ട് യൂസ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹീ ആണ്. ഹീ എന്നുള്ളത് ഒരു സിംഗുലർ ഫോം ആണ്. അതുകൊണ്ട് ഡു എന്നുള്ളത് നമ്മൾ ഡസ് ആക്കുകയാണ്. സിംഗുലർ ആകുമ്പോൾ ഡസ് എന്ന് വരും. പിന്നെ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത് നെഗറ്റീവ് ടാഗ് കൊണ്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഡസിൻ്റെ എന്നുള്ള ഒരു നെഗറ്റീവ് ടാഗ് നമ്മൾ യൂസ് ചെയ്തിട്ട് എഴുതാണ് ചെയ്യുന്നത്. The statement is in positive form. Therefore, a negative tag didn't he. Let's find out how we got this tag here. Is there any auxiliary verb in this sentence? No, there isn't any auxiliary verb. Now, can you find out the main verb? Yes, correct. The main verb is traveled and it is in past tense. So we need to use the word did. The statement is in positive form. So a negative tag didn't he is used. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. യുവർ ഫാദർ ട്രാവൽഡ് ടു ഇന്ത്യ ലാസ്റ്റ് ഇയർ ഡിഡിൻ ഹി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ഓക്സിലറി വെർബ് ഇല്ല. പിന്നെ ഇതിലെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ട്രാവൽഡ് എന്നാണ്. ട്രാവൽഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് ഡിഡ് എന്ന് യൂസ് ചെയ്യുകയാണ്. പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ് നമ്മൾ ഡിഡ് എന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ടാഗ് ആയിട്ട് ഡിഡിൻ ഹി എന്ന് യൂസ് ചെയ്യുന്നു. Is it clear, children? So look at the screen. We have some exercises based on tag questions. Look at the first one. They are playing. So what tag does it come? Aren't they? അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് ദേ ആർ പ്ലേയിങ് ആറിൻറ്റ് ദേ എന്നാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്ത ടാഗ് എന്ന് പറയുന്നത് ആറിൻറ്റ് ദേ. Okay, look at the next one. Rani is your friend. So what is the auxiliary verb there? It is. So what will be the tag? Isn't she. രണ്ടാമത്തത് പറയുന്നത് റാണി ഈസ് യുവർ ഫ്രണ്ട് ഈസിൻറ്റ് ഷീ എന്നാണ്. അപ്പോൾ അതിലെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈസിൻറ്റ് ഷീ എന്ന് യൂസ് ചെയ്തു. അപ്പോൾ ഈസിൻ്റെ നെഗറ്റീവ് ആയത് എന്താണെന്ന് വെച്ചാൽ റാണി ഈസ് യുവർ ഫ്രണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് നെഗറ്റീവിൽ നമ്മൾ എഴുതുന്നു. അങ്ങനെ ഈസിൻറ്റ് ഷീ എന്ന് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. Next one, we can't play today. So the sentence is a negative sentence. So naturally the tag will be positive. So what will be the tag? Can we. അപ്പോൾ മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വി കാൺ പ്ലേ ടുഡേ ക്യാൻ ബി എന്നാണ്. ഇതിൽ ഈ സെൻറ്റൻസ് നമുക്ക് തന്ന സെൻറ്റൻസ് എന്നുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവായി, അപ്പോൾ അത് പോസിറ്റീവിലേക്കാക്കി മാറ്റിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവിലാവുമ്പോൾ ക്യാൻ ബി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിളും കൂടി നോക്കാം. Look at the next one. You will do it. So it's a positive statement. So what will be the tag? Won't you. അടുത്തത് യു വിൽ ഡു ഇറ്റ് വോണ്ട് യു. അപ്പോൾ അതിലത്തെ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യു വിൽ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ വോണ്ട് യു എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്തു. അടുത്തത് നോക്കാം. Okay, look at the next one. It's not working. So this sentence is a negative sentence, isn't it? So you will have a positive tag. So what will be the tag? It's not working. Is it? അടുത്തത് പറയുന്നത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഈസ് ഇറ്റ് എന്നുള്ള തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടാഗ് ഈസ് ഇറ്റ് എന്നുള്ളത് ഉപയോഗിച്ചു. Okay, correct. Now you have similar exercises in your textbook in page number 25. Please go through it and do the rest of the tag questions with the help of your teacher. അപ്പോൾ പേജ് 25
കുറേ ടാഗ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് അത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടീച്ചറിനോട് സംശയം ചോദിച്ച് നിങ്ങളോട് ആ ടാഗ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. Okay, next is a follow-up activity. So take down the first question in your notebook. Attempt a diary writing of Till when the Archduke asked him to paint the portrait. അപ്പോൾ ഇനി ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിൽ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി തരികയാണ്. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് നോട്ടിൽ എഴുതാൻ പറയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അറ്റംപ്റ്റ് എ ഡയറി റൈറ്റിംഗ് ഓഫ് ടിൽ വെൻ ദ ആർച്ച് ഡ്യൂക്ക് ആസ്ക്ഡ് ഹിം ടു പെയിൻറ്റ് ദ പോർട്രേറ്റ് എന്നാണ്. എന്താണ് ഇതിന് മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറി എഴുതാനാണ് പറയുന്നത്. ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് ഒരു പെയിൻറ്റ് പോർട്രേറ്റ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അന്ന് രാത്രി ടിൽ എഴുതുന്ന ഒരു ഡയറിയാണ് നിങ്ങളോട് എഴുതാൻ പറയുന്ന വർക്ക്. The context is Archduke asks him to paint a portrait, but the courtiers wanted to portray them in a better way, isn't it? Not to portray their real appearance, but to portray them in the way they wanted to look. So this naturally puts Till in a dilemma. Okay, so in this mood, how will you attempt a diary writing of Till? അപ്പോൾ ഈ ഡയറി എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ടില്ലിനോട് അവിടുത്തെ കോർട്ടിയേഴ്സ് വന്നിട്ട് അവരെ നല്ല ഭംഗിയാക്കിയിട്ട് മാറ്റി വരയ്ക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ആർച്ച് ഡ്യൂക്ക് വന്ന് അയാൾക്ക് വാൺ ചെയ്യുന്നു, അവരെ ഭംഗിയാക്കിയത് അവിടെ എങ്ങനെയാണുള്ളത് ആ രീതിയിൽ തന്നെ വരയ്ക്കാൻ പറയാണ്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ട് കൂട്ടർ വന്നിട്ട് ടില്ലിനോട് പറയുമ്പോൾ ടില്ലാകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ടില്ല് അന്ന് രാത്രിയിൽ എഴുതുന്ന ഡയറിയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് വർക്കാണ്. We have one more question. Take it down in your notebook. So actually this is the activity given in page number 17. This is activity 2 in your textbook, page number 17. Just mark the question or you can take it down. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി 2 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് 17-ലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുക ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. The courtiers did not want to be portrayed in the manner they really looked like. So complete the table by revisiting the story. You have to write the real appearance and the way they wanted to be portrayed of all the three people. Who are the new three characters? Commander-in-Chief, elderly lady and young lady. Okay, so അപ്പോൾ എന്താണ് തന്നിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ അവിടെ 3 പേര് പുതിയ ക്യാരക്ടറായിട്ടുള്ള 3 പേര് വന്നിട്ട് ചിത്രം വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വന്ന 3 ക്യാരക്ടർ ആയിരുന്നെന്ന് വെച്ചാൽ കമാൻഡർ ഇൻ ചീഫ്, അതുപോലെ യങ് ലേഡി, അതുപോലെ എൽഡർലി ലേഡി. ഇവർ 3 പേരും വന്ന് ടില്ലിനോട് ആവശ്യപ്പെടുന്നുണ്ട് അവരെ അവർ ശരിക്കുള്ള ആ ലുക്കിൽ നിന്ന് മാറ്റി അവരെ നല്ല ഭംഗിയാക്കി വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒന്ന് അവരെ എക്സാക്ട് ലുക്ക് എന്നുള്ള ടേബിൾ, അവരെ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു ലുക്കിലുള്ള അവരെങ്ങനെയാണെന്നുള്ളത് അത് എഴുതുക. ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് അത് എഴുതുക. പിന്നെ അവരെങ്ങനെയാണ് അവരെ മാറ്റി വരയ്ക്കാൻ പറഞ്ഞത് അതും എഴുതുക. അതാണ് നിങ്ങൾക്ക് തന്ന രണ്ടാമത്തെ വർക്ക്. Children, we have come. Meaning of hump. Hump is a raised part in the part of a body. So she had a hump on her back and he wanted Till to remove that hump and make her look more beautiful. And she gives him a warning that if he does not do like this, she will tear him to pieces. Okay, coming to the next question. How does the young lady wanted herself to be portrayed? So as such, young lady was beautiful and pretty, but she had only one defect. What was it? She had lost 3 of her front teeth. Now, in which way she wanted herself to be portrayed? She wanted herself to be portrayed with a perfect set of pearly teeth. And again, she also warns him that Till does not replace her pearly set of teeth, she would cut him to bits by her lover. And who is her lover? Lover is captain of the guards. അത് കഴിഞ്ഞ് വന്നത് ഒരു യങ് ലേഡിയാണ്. അവളെ കാണാൻ നല്ല സുന്ദരിയാണ്, പക്ഷെ അവൾക്കൊരു കുറവുണ്ടായിരുന്നു. ആ കുറവ് എന്ന് പറയുന്നത് അവളുടെ ഫ്രണ്ടിലത്തെ 3 പല്ല് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പല്ല് ഇല്ലാത്ത കാരണം അവിടെ നല്ലൊരു ഭംഗിയുള്ള പേളി മുത്ത് പോലത്തെ പവിഴം പോലത്തെ പല്ലുകൾ
3 പല്ലുകൾ വെച്ച് അവളെ വരയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൾ ആവശ്യപ്പെട്ട ഈ കാര്യം ടില്ല് ചെയ്യാതെ വരച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവനെ കട്ട് ചെയ്ത് പീസാക്കും അവളുടെ ലവറിനെ കൊണ്ട്. ലവർ എന്ന് പറയുന്നത് ആ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് ആണ് അവളുടെ ലവർ. Now, how does Commander-in-Chief wanted himself to be portrayed? Can you find out the answer? The answer is right in front of you. Just look. Yes, did you get the answer? Tell me the answer. He was a short, fat, bald man with an enormous paunch. So Commander-in-Chief told Till to make him look more handsome and to make his stomach look flat. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കമാൻഡർ ഇൻ ചീഫ് എന്താണ് ടില്ലിനോട് അയാളെ വരയ്ക്കുന്ന ടൈമിൽ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞ ഒരാൾ വളരെ ഹൈറ്റ് കുറഞ്ഞ് തടിച്ചിട്ടുള്ളൊരു വയറൊക്കെ ചാടിയുള്ളൊരു ആളാണ്. അപ്പോൾ അയാളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഹാൻസം ആക്കിയിട്ട് മാറ്റണം, നല്ല ഭംഗിയുള്ള ഒരാളാക്കണം. അതോടൊപ്പം തന്നെ അയാളുടെ ആ ഒരു നല്ല വയർ ചടിയുള്ള ആളായതുകൊണ്ട് ആ വയറെല്ലാം ഉള്ളിലേക്ക് പോയി നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൊമക്ക് അയാൾക്ക് വേണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. Otherwise, he also gives a warning that he will hang Till. Please tell me, what was the warning that Archduke gives to Till? Find out from that paragraph. കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞ ആ കാര്യം ടില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ടില്ലിനെ കമാൻഡർ ഇൻ ചീഫ് കൊല്ലുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ ഇപ്പോൾ ചോദിക്കാന്ന്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ആ ആർച്ച് ഡ്യൂക്ക് എന്താണ് ടില്ലിന് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്, ആ വാർണിംഗ് എന്താണെന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് ആ പാരഗ്രാഫിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. Archduke wanted his portrait to be perfect in every detail and tells Till that he should paint or portray all the courtiers exactly as he sees them. And he wants Till that if he leaves out a mole, a pimple or a grey hair, he would slaughter him or kill him like a pig. Of course, so this ആർച്ച് ഡ്യൂക്ക് കൊടുത്ത വാർണിംഗ് എന്താണെന്ന് വെച്ചാൽ ആർച്ച് ഡ്യൂക്കിന് അവിടെ ഉള്ളവരെല്ലാവരും പിക്ചർ വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേണം. ടില്ല് ആർച്ച് ഡ്യൂക്ക് അവരെങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ വരയ്ക്കണം. അവരുടെ ഒരു ചെറിയ കുരുവോ അവരുടെ നേരെ മുടിയോ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റിയതായിട്ട് ആർച്ച് ഡ്യൂക്കിന് തോന്നുകയാണെങ്കിൽ ടില്ലിനെ ഒരു പന്നിയെ കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുമെന്നാണ് പറയുന്നത്. അതായിരുന്നു ആർച്ച് ഡ്യൂക്ക് ടില്ലിന് കൊടുത്ത വാർണിംഗ് എന്ന് പറയുന്നത്. It was a great warning, or it was a very severe warning given by Archduke that puts Till into a dilemma. So we'll do a small language activity. Are you ready? An activity on tag questions that is given in page 25. It is activity 1 in page 25. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് വലിയൊരു വാർണിംഗ് തന്നെയാണ് ടില്ലിനെ കൊടുത്തത്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി പോവാന്നാണ് പറയുന്നത്. അപ്പോൾ പേജ് 25 ആക്ടിവിറ്റി 1 അതാണ് ഇപ്പോൾ ടീച്ചർ പറയുന്ന നിങ്ങൾക്ക് ചെയ്യാൻ തരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. We have come to the end of this session and I hope that you have understood all the passages that we have done. So good day children, take care. അപ്പോൾ ടീച്ചർ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലത്തെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.